ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് വാൽമീകി രാമായണം ബാലകാണ്ഡം സർഗം 18 ശ്ലോകങ്ങൾ 5 മുതൽ 9 കൂടി. ഗതേഷു പൃഥുവീശേഷു രാജാ ദശരഥഃ പുനഃ പ്രവിവേശ പുരീം ശ്രീമാൻ പുരസ്കൃത്യ ദ്വിജോത്തമാൻ. ഗതേഷു പൃഥുവീശേഷു രാജാ ദശരഥഃ പുനഃ പ്രവിവേശ പുരീം ശ്രീമാൻ പുരസ്കൃത്യ ദ്വിജോത്തമാൻ. ഗതേഷു പോയപ്പോൾ, അതായത് മടങ്ങിയപ്പോൾ, പൃഥിവി ഈശേഷു ഭൂമിയിലെ രാജാക്കന്മാര്, രാജാ ദശരഥൻ പുനഃ വീണ്ടും, പ്രവിവേശ പ്രവേശിച്ചു, എവിടെ? പുരീം നഗരിയിലേക്ക്, അയോധ്യ നഗരിയിലേക്ക്. ശ്രീമാൻ മഹത്വമുള്ളവൻ, പുരസ്കൃത്യ മുന്നിൽ നിർത്തി ആദരിച്ച്, ദ്വിജോത്തമാൻ ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണന്മാരെ, അതായത് മറ്റു രാജാക്കന്മാരൊക്കെ മടങ്ങിയ ശേഷം ദശരഥൻ ബ്രാഹ്മണന്മാരെ ആദരിച്ച് അയോധ്യയിൽ പ്രവേശിച്ചു. ശാന്തയാ പ്രയയോ സാർത്ഥം ഋഷ്യശൃംഗസ്സു പൂജിതഃ അന്വീയമാനോ രാജ്ഞാഥ സാനുയാത്രേണ ധീമതാ. ശാന്തയാ പ്രയയൗ സാർത്ഥം ഋഷ്യശൃംഗസ്സു പൂജിതഃ അന്വീയമാനോ രാജ്ഞാഥ സാനുയാത്രേണ ധീമത. ശാന്തയോടൊപ്പം, പ്രയയോ പോയി, സാർത്ഥം കൂടെ, ഋഷ്യശൃംഗൻ സുപൂജിത വളരെ ആദരിക്കപ്പെട്ട, അന്വീയമാനഃ അനുഗമിക്കപ്പെട്ടു, രാജാവിനാൽ, അധ പിന്നെ, സാനുയാത്രേണ അനുയായികളോടുകൂടെ, ധീമത ജ്ഞാനിയായ രാജാവ്. അതായത് ശാന്തയോടൊപ്പം ഋഷ്യശൃംഗൻ യാത്രയായി, രാജാവ് അനുയായികളോടൊപ്പം അവനെ ആദരിച്ച് അനുഗമിച്ചു. ഏവം വിസൃജ്യ താൻ സർവാൻ രാജാ സമ്പൂർണമാനസഃ ഉവാസ സുഖിതസ്തത്ര പുത്രോത്പത്തിം വിചിന്തയൻ. ഏവം വിസൃജ്യ താൻ സർവാൻ രാജാ സമ്പൂർണമാനസഃ ഉവാസ സുഖിതസ്തത്ര പുത്രോത്പത്തിം വിചിന്തയൻ. ഏവം ഇങ്ങനെ, വിസൃജ്യ വിടവാങ്ങിച്ച്, താൻ സർവാൻ അവരെ എല്ലാവരെയും, രാജാവ്, സമ്പൂർണമാനസഃ മനസ്സിൽ തൃപ്തനായ, ഉവാസ താമസിച്ചു, സുഖിതഃ സന്തോഷത്തോടെ, തത്ര അവിടെ, പുത്ര ഉത്പത്തി മകൻ ജനിക്കാൻ, വിചിന്തയൻ ചിന്തിച്ചുകൊണ്ട്, അതായത് എല്ലാവരെയും യാത്രയാക്കിയിട്ട് ദശരഥൻ സന്തോഷത്തോടെ അവിടെ താമസിച്ചു, മകൻ ജനിക്കുമെന്ന് പ്രതീക്ഷിച്ച്. തതോ യജ്ഞേ സമാപ്തേതു ഋതൂനാം ഷഡ് സമത്യയുഃ. തതോ യജ്ഞേ സമാപ്തേതു ഋതൂനാം ഷഡ് സമത്യയുഃ. തതോ യജ്ഞേ സമാപ്തേതു ഋതൂനാം ഷഡ് സമത്യയുഃ. തതഃ തുടർന്ന്, യജ്ഞേ സമാപ്തേ യജ്ഞം കഴിഞ്ഞപ്പോൾ, ഋതൂനാം ഋതുക്കളുടെ, ഷഡ് 6, സമത്യയുഃ കഴിഞ്ഞു, അതായത് യജ്ഞം കഴിഞ്ഞ് 6 ഋതുക്കൾ, 6 കാലഘട്ടങ്ങൾ കടന്നുപോയി. തതശ്ച ദ്വാദശേ മാസേ ചൈത്രേ നവമികേ തിഥൗ നക്ഷത്രേ ദിദിദൈവത്യേ സ്വച്ഛ സംസ്ഥേഷു പഞ്ചസു. തതശ്ച ദ്വാദശേ മാസേ ചൈത്രേ നവമികേ തിഥൗ നക്ഷത്രേ ദിദിദൈവത്യേ സ്വച്ഛ സംസ്ഥേഷു പഞ്ചസു. തതഃ ച പിന്നെ, ദ്വാദശേ മാസേ 12-ാം മാസത്തില്, ചൈത്രമാസത്തില്, നവമികേ തിഥോ നവമി തിഥിയിൽ, അതായത് 12-ാം മാസത്തില്
ചൈത്രമാസത്തിലെ നവമി ദിനത്തില് നക്ഷത്രത്തില് ദിതി ദേവതയോട് ബന്ധപ്പെട്ട പുനർവസു നക്ഷത്രം, അതായത് പുണർദം നക്ഷത്രം, സോച്ച സംസ്ഥേഷു, അതായത് ഉച്ചസ്ഥാനങ്ങളിൽ നിൽക്കുന്ന പഞ്ചസു 5 ഗ്രഹങ്ങൾ, അതായത് പുനർവസു നക്ഷത്രത്തിൽ പുണർദം നക്ഷത്രത്തില് 5 ഗ്രഹങ്ങളും ഉച്ച സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ശുഭസമയത്ത്, അതായത് യജ്ഞം കഴിഞ്ഞ് രാജാക്കന്മാരൊക്കെ മടങ്ങി ദശരഥൻ അയോധ്യയിൽ തിരിച്ചെത്തി. ഋഷ്യശൃംഗനും ശാന്തയും ആദരിക്കപ്പെട്ടു. രാജാവ് പുത്രലാഭം പ്രതീക്ഷിച്ചു. 1 വർഷം കഴിഞ്ഞ് അത്യന്തം ശുഭമായ സമയത്ത് ചൈത്രനവമി ശ്രീരാമൻ ജനിക്കാൻ അനുയോജ്യമായ ഘട്ടം എത്തി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.